പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് മെയ് മാസം 28-ാം തീയതി വ്യാഴാഴ്ച, പുതിയ പ്രഭാതം നൽകി നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിന് നന്ദി പറയാം. ഈ ദിവസം മുഴുവനും ഈശോയുടെ സംരക്ഷണം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ലൂക്കാ സുവിശേഷം 10-ാം അധ്യായം 20-ാം വചനത്തിൻ്റെ അവസാന ഭാഗം ധ്യാനിക്കാം. നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. മിക്കവാറും മനുഷ്യരും ഭൂമിയിൽ പ്രസിദ്ധി നേടാനുള്ള പരക്കം പാച്ചിലാണ്. മനുഷ്യരെ പറ്റിക്കാൻ പറ്റുമെന്നതിനാൽ അത് എളുപ്പം നടക്കുകയും ചെയ്യും. എന്നാൽ ദൈവത്തിൻ്റെ കണ്ണുകളിൽ നിന്നും ഒന്നും മറയ്ക്കാൻ പറ്റാത്തതിനാൽ 100% ആത്മാർത്ഥതയോടെ കർത്താവിൻ്റെ പകരക്കാരായി ജീവിച്ചാലേ സ്വർഗത്തിൽ പ്രസിദ്ധരാകാൻ പറ്റൂ. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. കർത്താവെ, സ്വർഗത്തിൽ എൻ്റെ പേരും എഴുതപ്പെടണം എന്ന വാശിയോടെ ജീവിക്കാനുള്ള കൃപ തന്ന് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.